ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം അതിനുശേഷമാണ് എനിക്ക് തമ്പുരാനെ ഒന്ന് കണ്ടുമുട്ടേണ്ട അവസരം ഉണ്ടായത്. ദൈവം അറിയാതെ നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ ജീവിതം എനിക്ക് ദാനമായിട്ട് ദൈവം തരികയാണ്. ബൈബിള് വായിച്ചു കഴിയുമ്പം ബഗ്ഗും എററൊന്നും ഇല്ലാതെ കോഡൊക്കെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കണ്ണി കാണുമ്പം ശരിക്കും തമ്പുരാന്റെ ഇടപെടലും ദൈവത്തിന് അറിയാത്ത ഒന്നുമില്ല. കാരണം എല്ലാത്തിനും ഒരു മാസ്റ്റർ ആണെന്നൊരു നമുക്കൊരു തിരിച്ചറിവുണ്ടാവും. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ജിതിൻ, ഇതെൻ്റെ വൈഫ് ജോസ്മി. ഞങ്ങൾ ഇവിടെ കൊച്ചി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലെ കൂത്രപ്പള്ളിയിലാണ്. ഞങ്ങൾ ജീസസ് യൂത്ത് പ്രൊഫഷണൽ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്ക്. വേറെ മറ്റ് ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് പോയാൽ അത് എന്തിനാണ്, അങ്ങനെയൊക്കെ ഒരു ചോദ്യം എൻ്റെ പലപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. കോളേജിൽ PG പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്താണ് ഞാൻ ജീസസ് യൂത്ത് എന്നാദ്യമായിട്ട് കേൾക്കുന്നതും ആ ഒരു ഫെലോഷിപ്പ് ഗ്രൂപ്പിൻ്റെ പാർട്ടായിട്ട് പ്രെയർ ഗ്രൂപ്പിന് പോകുന്നതും. അവിടെ തുടങ്ങിയിട്ടാണ് എൻ്റെ ജീവിതം ഒന്ന് ചേഞ്ച് ആവുന്നത്. എനിക്ക് ഒരുപാട് ബോധ്യങ്ങൾ കിട്ടിയതെല്ലാം ഈ ഒരു ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നിന്നപ്പോഴാണ്. ഞാൻ ആ ഒരു ലൈഫ് സ്റ്റൈല് ഇന്ന് വരെ ഉള്ള ജീവിതത്തിൽ ഞാനത് തുടർന്ന് പോവുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു കാലഘട്ടത്തിൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ ബൈക്കിലായിരുന്നു. ഒരു വണ്ടി എൻ്റെ പെട്ടെന്ന് കുറുകെ വന്നു. ഞാൻ പേടിച്ച് ഞാൻ ബ്രേക്ക് പിടിച്ചു. പക്ഷേ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഞാൻ ആ വണ്ടിയുടെ അടിയിൽ കിടക്കുകയാണ്. അത്രയും വലിയൊരു അപകടത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് എന്നെ എൻ്റെ ഈശോ രക്ഷിച്ചു. ദൈവം അറിയാതെ നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ ജീവിതം എനിക്ക് ദാനമായിട്ട് ദൈവം തരികയാണ്. ആ ഒരൊറ്റ മൂവ്മെൻറ്റിൽ എനിക്ക് ഒരു തിരിച്ചറിവ് വന്നു. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം നമുക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകളെല്ലാം ദൈവത്തിന് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. പിന്നീട് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് കോളേജിലും അതുപോലെ ചങ്ങനാശ്ശേരി സോണിലും എല്ലാം എനിക്ക് പാർട്ടാകാൻ സാധിച്ചു. ഞാൻ പാട്ട് പാടും, അല്ലെങ്കിൽ അഭിനയിക്കും, അങ്ങനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് എന്നിൽ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ടായി. അതെല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കുവാനും മറ്റുള്ളവരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനും എനിക്ക് സാധിച്ചു. പ്രൈസ് ഗോഡ്. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ചെമ്മണ്ണാർ എന്ന് പറഞ്ഞ ഇടവക. അപ്പം പപ്പ, മമ്മി, അനിയൻ, ഞാൻ. ഒരു ചെറുപ്പത്തോട്ട് അങ്ങനെ വലിയ കുഴപ്പമുള്ള ആളൊന്നുമല്ല. വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ പോവും. ശനി ഞായറൊക്കെ കുറച്ച് വീട്ടിൽ നിന്ന് കുറേ ദൂരം ഉള്ളതുകൊണ്ട് ശനി ഞായറൊക്കെ പള്ളിയിൽ പോവും. ഇട ദിവസം പോയി വരലൊന്നും നടക്കത്തില്ല. പക്ഷെ അതങ്ങനെ വലിയ ഭക്തി ഉള്ളതുകൊണ്ടൊന്നുമല്ല, ചെറുപ്പം തൊട്ട് ശീലിച്ചൊരു കാര്യം. അല്ലെങ്കിൽ ഇപ്പം 25 ദിവസം പള്ളി വന്നാൽ സമ്മാനം കിട്ടും, അല്ലെങ്കിൽ 50 ദിവസം വന്നാൽ സമ്മാനം കിട്ടും. ആ ഒരു ഇതിൽ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നൊരു വ്യക്തി, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ ഈശോനെ ഭയങ്കര ഇഷ്ടമായോണ്ടോ അല്ലെങ്കിൽ അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അങ്ങനെയില്ല. പോവുക, ഒരു ഡെയിലി റൊട്ടീൻ്റെ പാർട്ടായിട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പം സ്കൂളിലൊക്കെ വരുമ്പോൾ ഇപ്പം മിഷൻ ലീഗ്, KCSL അങ്ങനെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കും. അപ്പം അങ്ങനെ +2 വെച്ചിട്ടാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്നൊരു ടീച്ചർ, ജീസസ് യൂത്ത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഒരു KCSLൻ്റെ ഒരു പ്രെയർ ഗ്രൂപ്പ് സിസ്റ്റർ ടീച്ചർ ജീസസ് യൂത്ത് ആയതുകൊണ്ട് ടീച്ചർ അതിലേക്ക് ഒന്ന് ഫോർമാറ്റ് ചെയ്തു. അപ്പം അന്നാണ് ജീസസ് യൂത്ത് കേൾക്കുന്നത്. അപ്പം അന്നും ജീസസ് യൂത്ത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു സാധാരണ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ പുറമേ കാണുമ്പോൾ നല്ല കുട്ടി എന്ന് പറയുമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം, ബാക്കി ആരും കാണാതെ നമ്മൾ തന്നെ കൊണ്ട കുറേ സ്വഭാവങ്ങളുണ്ട്. ഇവൻ നമുക്ക് പോലും കുഞ്ഞിലുണ്ടാകുന്ന കുറേ വഴക്കും
അല്ലെങ്കിൽ കുറെ കുശുമ്പും അല്ലെങ്കിൽ ഉള്ളിലുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതൊന്നും പുറത്ത് കാണിക്കത്തില്ല, കാരണം നല്ല കുട്ടി എന്നുള്ള പേര് കാണിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ട് ജീവിച്ചു പോയ ഒരാളാണ്. അപ്പം ഇങ്ങനെ ജിസുജിത്തിൽ പോകുന്നു. അന്നേരം ജിസുജിത്ത് വലിയ പ്രാർത്ഥന സംഘടന അല്ലെങ്കിൽ നമ്മളെ മാറ്റുന്ന ഒന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുക എന്നുള്ളൊരു ഇഷ്ടം കൊണ്ട് മാത്രം പോയിക്കൊണ്ടിരുന്ന. പിന്നെ സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ എഞ്ചിനീയറിങ്ങിനാണ് പഠിക്കുന്നത്. കൊറോണ സമയത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് കോളേജിലും ജിസുജിത്ത് ഉണ്ടെന്ന് അറിഞ്ഞ്. അപ്പോഴും ജിസുജിത്ത് എന്താ അറിയില്ല, എന്തെങ്കിലും പിന്നെ ഒരു പാർട്ട് ആവുമല്ലോ, കാരണം പള്ളിയില്ല, സൺഡേ സ്കൂളില്ല. സൺഡേ സ്കൂളൊക്കെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് കോളേജിലേക്ക് വരുമ്പോൾ ഒരു കണക്ഷൻ നമുക്ക് വേണം തോന്നിയപ്പോൾ അങ്ങനെ ജിസുജിത്ത് പാർട്ടായി. അപ്പം എനിക്ക് അവൈലബിലിറ്റി ഇടുക്കിയിൽ വീടായതുകൊണ്ടൊക്കെ ക്യാമ്പസ് മിനിസ്ട്രിയിലേക്കൊരു ഇത് കിട്ടി. അപ്പം ഇടുക്കി ക്യാമ്പസ് ടീമിൻ്റെ ഒരു പാർട്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇൻഫോ പാർക്കിൽ ജിസുജിത്ത് ഉണ്ടെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ജിസുജിത്തിൻ്റെ ഒരു ഗ്രൂപ്പ് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തു ആ ഒരു വന്നൊരു ടൈമിൽ. കാരണം ആ ഒരു ഫെലോഷിപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ശരിക്കും തമ്പുരാൻ്റെ സ്നേഹം പറയാൻ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു കൂട്ടായ്മ. അല്ലെങ്കിൽ ഇവിടെ ഒരു വന്നു കഴിയുമ്പോൾ എല്ലാവരും എറണാകുളത്തേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും പേടിയോടുകൂടിയാണ് കണ്ടിരുന്നത്. ഇരിക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഇതൊന്നും കഴിക്കരുത്, കാരണം അവർക്ക് ഭയങ്കര പേടിയായിരുന്നു ഒറ്റയ്ക്ക് നിൽക്കാമെന്നുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ കിട്ടിയൊരു ഗ്രൂപ്പ് എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ജിസുജിത്തിൻ്റെ ഫോർമേഷനിലൂടെ കടന്നു പോയപ്പോൾ ഫിലിപ്പ് കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചൊരു കൺഫെഷൻ, ആ ഒരു കൺഫെഷനാണ് ഞാൻ എപ്പോഴും എവിടെയെങ്കിലൊക്കെ ഈശോ കണ്ടുകൊണ്ടൊരു അനുഭവം പറയുമ്പോൾ പറയുന്നത്. കാരണം അതുവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഇപ്പോൾ കുമ്പസാരിക്കും കഴിഞ്ഞല്ലോ, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും. ഒരുപാട് അത്ര നല്ല പുറമേ നോക്കുമ്പോൾ നല്ലതാണെങ്കിൽ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഞാൻ അത്ര നല്ല കുട്ടിയായിരുന്നില്ല. പല പാപത്തിൻ്റെ സാഹചര്യങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ആരോടും പറയാൻ പറ്റത്തില്ല. എനിക്കും തമ്പുരാനും അല്ലെങ്കിൽ ഒന്ന് രണ്ടോ പേർക്ക് അറിയാവുന്ന ഒരു ചെറിയ ചെറിയ ഒരുപാട് പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങൾ എനിക്കുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു കുറെ നോ പറയാൻ ഒരുപാട് ഞാൻ ശ്രമിച്ചു. പക്ഷെ ഉള്ളിൽ അപ്പോഴും ഒരു കുറ്റബോധമാണ്, ഈശോയെ ഇങ്ങനെയാണല്ലോ, എല്ലാവർക്കും ആരോടും പറയാനും പറ്റത്തില്ല, എന്നാൽ നമ്മുടെ ഉള്ളിൽ അത്ര നല്ലതും അല്ല എന്നൊരു ഭയങ്കര ഫേക്ക് ആയിട്ടിരിക്കുകയാണല്ലോ എന്നൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് ആ ഒരു കൺഫെഷൻ്റെ സമയത്ത് അന്ന് അച്ഛനാരോന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അച്ഛൻ പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം നീയാ ഇപ്പോൾ ഇത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തമ്പുരാൻ ഇത് വിട്ട് കളഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കുക, ഞാൻ എല്ലാ തവണ ഇത് ഓർത്തുകൊണ്ടിരിക്കുന്നത്, ഈശോ ശരിക്കും വിട്ട് കളഞ്ഞനോ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് മാപ്പ് തന്നിന് ഫൊർഗീവ് ചെയ്തൊരു കാര്യത്തെയാണ് ഞാൻ പിന്നെയും എടുത്തുകൊണ്ട് ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഈശോ വിട്ട് കളഞ്ഞാലും പിന്നെ ഞാൻ എന്തിനാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ അതുവരെ എനിക്ക് എന്തെങ്കിലും ആരെങ്കിലൊക്കെ ചെയ്ത് വീട്ടുകാർ പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും. അപ്പം പപ്പയ്ക്കും മമ്മിക്കും എന്നെ അറിയാലോ, എനിക്ക് വേറെ ആരുടെയും ഇത് വേണ്ട. പക്ഷെ ആ ഒരു മൊമെന്റ് തൊട്ട് എനിക്ക് ഈശോയ്ക്ക് എന്നെ അറിയാലോ, എനിക്ക് വേറെ ആരുടെയും ഒന്നും വേണ്ട, ആ ഒരു സ്റ്റേജിലെത്തി. കാരണം ശരിക്കും ധൂർത്തപുത്രൻ്റെ ഒരു ഉപമ തന്നെയായിരുന്നു. തിരിച്ചു വരുന്ന പുത്രനെ പിതാവ് ഒന്നും ചോദിക്കാതെയാണ് സ്വീകരിച്ച്. നീ ഇതൊക്കെ ചെയ്തായിരുന്നല്ലോടാന്ന് എന്നൊന്ന് കുത്തി നോവിപ്പിക്കുകയോ ഒന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യാതെ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് കാത്തിരുന്ന് ആ ഒരു സ്നേഹം എനിക്ക് തമ്പുരാനിൽ കിട്ടാൻ തുടങ്ങി. അതായത് എനിക്ക് കിട്ടിയ ഫ്രീഡം ആയിരുന്നു ആ ഒരു കൺഫെഷൻ. അതിനുശേഷം ഓരോ കൺഫെഷൻ എനിക്കിപ്പോൾ ഫ്രീഡം തരുന്ന ഒന്നാണ്. അതായത് എനിക്ക് കുമ്പസാരിക്കാൻ ഇഷ്ടമാണ്, ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കും. അതിനുശേഷം റിപ്പീറ്റേഷൻ വരുന്ന പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ തുടങ്ങി. ഒരുപാട് ക്ഷമിക്കാൻ പറ്റി, എന്നോട് തന്നെ എനിക്ക് ക്ഷമിക്കാൻ പറ്റി. എനിക്ക് എന്നെ ഒട്ടും വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു, കുറേ ഇൻസെക്യൂരിറ്റീസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അപ്പം ഞാനും എന്നെ സ്നേഹിക്കാൻ തുടങ്ങി, ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പം ഭയങ്കര ഒരു ചേഞ്ചായിരുന്നു എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സമാധാനം ഫീൽ ചെയ്യാൻ തുടങ്ങി. ബാക്കി പ്രശ്നങ്ങളുണ്ടായാലും ഇല്ലെങ്കിലും എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും. എന്തൊക്കെ വേദനയാണെങ്കിലും ഞാൻ രാത്രിയിൽ ഭയങ്കര പീസ്ഫുള്ളാണ്. കാരണം തമ്പുരാൻ അത് നോക്കും എന്നൊരു ഉറപ്പ് എനിക്ക് കിട്ടി തുടങ്ങി. അത് എന്തെങ്കിലും നടന്നിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ കൺഫെഷന് ശേഷം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുമ്പോൾ ഞാൻ പറയാം, ആ ഒരു കൺഫെഷൻ അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ വേറെ വഴിക്കായി പോയിരുന്നു. പക്ഷെ ആ ഒരു കൺഫെഷൻ എനിക്ക് അത്രയും ഒരു ലൈഫ് എന്നൊരു ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ലൈഫിൽ ഈശോയുടെ ഒരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവർക്കും ഇത് കിട്ടണമെന്നുണ്ട്. അപ്പം ഞാൻ ജീവിതത്തിലെ പിന്നീടുള്ള ജീവിത മൂവ്മെൻറ്റിൽ എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേറെ രീതിയിലായിരുന്നു. എക്സ്പെക്ട് ചെയ്യാത്ത കുറേ, ആരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്നത് വേണമെന്നില്ല, എനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, ഞാൻ മടുക്കുന്നില്ല. അല്ലെങ്കിൽ മടുത്താലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞാൻ ചെയ്യുന്ന കർത്താവിന് വേണ്ടിയാണല്ലോ. ഭയങ്കര ഹാപ്പിയാന്ന് തുടങ്ങി. അപ്പോൾ അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഈശോയെ കണ്ടുമുട്ടി, അല്ലെങ്കിൽ ഈശോയുടെ ഒരു ഫ്രീഡം, തമ്പുരാൻ്റെ സ്നേഹം, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര വിലയുള്ളതാന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് ആ ഒരു സമയം തൊട്ട്. ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഈശോ നമ്മളെ വഴി നടത്തിക്കൊണ്ട് പോകുന്ന ഓരോ അനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നേരിട്ട് കാണുവാനും അത് ഒന്ന് മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ചു. എനിക്ക് ഉള്ള എല്ലാ കഴിവുകളും തമ്പുരാനെ തിരിച്ചു കൊടുത്തുകൊണ്ട് അത് തമ്പുരാനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനൊക്കെ ആയിട്ട് ജീവിക്കണം എന്നൊക്കെയുള്ളൊരു പ്രേരണ തോന്നി. അങ്ങനെ
എനിക്ക് പാട്ട് പാടാനുള്ള ചെറിയ കഴിവ് ഞാൻ ഇടവക കൊയറിലേക്ക് തന്നെ ആദ്യം ഞാൻ പോയി. പിന്നെ കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ ദൈവവചനം പങ്കുവയ്ക്കുവാനും ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ടുകളൊക്കെ പാടിയിടുവാനും ഒക്കെ അങ്ങനൊരു ചിന്തകളും ആ സമയത്ത് വന്നു. അങ്ങനെ ഉയിരിൻ നാഥനെ എന്നുള്ളൊരു പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തത്. ഈശോയുടെ പല പല സിനിമകളിൽ നിന്നും വീഡിയോകളൊക്കെ കട്ട് ചെയ്തിട്ട് അത് ഞാൻ പാടി ഇതിനോട് മിക്സ് ചെയ്ത് ഇട്ടു. പ്രൊഫഷണലി എനിക്ക് റെക്കോർഡിങ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ കർത്താവിന് വേണ്ടി ചെയ്യണം, അത് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഈ സമയത്ത് കോവിഡ് എന്നുള്ള എല്ലാവരും ഓൺലൈൻ നിൽക്കുന്ന സമയത്ത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്ത ഈ ഒരു കാര്യം ഏകദേശം 8 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരിത് കാണുവാനും ഒരുപാട് കമൻറ്റുകൾ അതിൽ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ആ ഒരു സ്നേഹം അവർക്ക് എങ്ങനെ ഈ ഒരു പാട്ടിലൂടെ ലഭിച്ചു എന്ന് എനിക്കത് കാണുവാൻ സാധിച്ചു. ഇത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ പെർഫെക്ഷൻ നോക്കി ഒന്നും ചെയ്യരുത്. കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്തിടുക. കാരണം പെർഫെക്ഷൻ ഞാൻ നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോലും സാധിക്കത്തില്ലായിരുന്നു. കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും കർത്താവ് അതിന് വില തരും എന്നുള്ളൊരു കാര്യം കൂടെ എനിക്കിത് മനസ്സിലാക്കി തന്നു. നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അതൊരു ചെറിയ വരയ്ക്കാനോ പാടാനോ അഭിനയിക്കാനോ എന്ത് കഴിവുണ്ടെങ്കിലും അത് കർത്താവിന് കൊടുത്താൽ അത് 100 ഇരട്ടിയായിട്ട് കർത്താവ് അത് വളർത്തി തരുമെന്നുള്ളൊരു വിശ്വാസവും എനിക്കത് ലഭിച്ചു. അതിനുശേഷം ജീസസ് യൂത്തിൻ്റേതായിട്ടുള്ള റിട്രീറ്റുകളിലൂടെയും അഡോറേഷനിലൂടെയും കുർബാനകളിലൂടെയും എല്ലാം എനിക്ക് ഗായക ശുശ്രൂഷകളിലെല്ലാം പങ്കെടുക്കുവാൻ പറ്റി. ഫോർമേഷൻ അങ്ങനെയുള്ള കോഴ്സുകളിലൂടെ എല്ലാം എനിക്ക് ഗായക ശുശ്രൂഷയിൽ കർത്താവ് തന്ന ഈ ഒരു ടാലൻറ്റ് കർത്താവിന് വേണ്ടി തന്നെ കൊടുക്കുവാനുള്ള ഒരു അവസരമായിട്ട് മാറി. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ. തമ്പുരാൻ്റെ സ്നേഹം ഒരുപാട് അനുഭവിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ ദാനമാണ് ഈ ജീവിതം നമുക്ക് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ലൈഫിൽ കൂടുതലും വചനങ്ങൾ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ പ്രസംഗത്തിൻ്റെ സമയത്തൊക്കെ വചനത്തിൽ ഇങ്ങനെ പറയും, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇന്നത്തെ ദിവസത്തെ പറ്റി നിങ്ങൾ അല്ലെങ്കിൽ നാളത്തെ ദിവസത്തെ പറ്റി ആകുലപ്പെടേണ്ട, അതിനെപ്പറ്റി ആകുലപ്പെട്ടോളും, എല്ലാം തമ്പുരാൻ അറിഞ്ഞു നൽകും എന്നൊരു കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു. ഇപ്പം എന്ത് കാര്യം സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ നടക്കുമോ, ഒരു ഭയങ്കര ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു. ഈ വചനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് ആ ഒരു ഓവർ തിങ്കിങ്ങും ആ ടെൻഷനൊക്കെ അങ്ങ് മാറിയിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ടെൻഷനൊക്കെ അങ്ങ് മാറി. അപ്പം കൂടുതലും ആ ഒരു വചനങ്ങളുടെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ടീച്ചർ ഇങ്ങനെ ബുക്കിൽ എഴുതി തരുമായിരുന്നു, എന്നെ ശക്തനാക്കുന്നവൻ്റെ ശക്തിയാൽ എനിക്ക് നന്നായി പഠിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു വചനമാണെങ്കിലും ടീച്ചർ പ്രെയർ എഴുതിയ പോലെയാണ് എല്ലാ ബുക്കിൻ്റെ ഫ്രണ്ടിൽ എഴുതുമായിരുന്നു. അപ്പം അതങ്ങനെ കണക്ട് ചെയ്ത് എല്ലാ ബുക്കും എപ്പോൾ ബുക്ക് വാങ്ങിച്ചാലും കോളേജിലാണെങ്കിൽ ബുക്കിൻ്റെ ഫ്രണ്ടിൽ എഴുതും. പക്ഷേ ജീസസിന് വന്നതിന് ശേഷം ഒരു പ്രോഗ്രാമിന് പോകുമ്പം ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വചനം പിന്നെ അങ്ങനെ കാണാൻ തുടങ്ങി. അപ്പം ആ ഒരു വചനത്തിൻ്റെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഫുൾ ടൈം നമ്മളിങ്ങനെ ജീസസ് മൂവ്മെൻറ്റിൻ്റെ പലയിടത്തും കണ്ടു കഴിഞ്ഞപ്പം അന്ന് തൊട്ടേ നമ്മളിങ്ങനെ ഒരു വചനം കൊണ്ടുപോയതിൻ്റെ ഒരു ഫീല് നമുക്ക് അറിയാൻ തുടങ്ങി. പിന്നെ എന്താ പറയുക, ഇപ്പം ഒരു ഗോഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു കൺഫെഷൻ ആയിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് ദിവസവും ഒരു ഗോഡ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു, അത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു കൃപ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും പറയുമ്പോൾ ഇങ്ങനൊരു രോഗശാന്തി ഉണ്ടായി, ഇങ്ങനൊരു അത്ഭുതത്തിന് ഇങ്ങനൊരു അപകടത്തിന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ ശരിക്കും കണ്ടു എന്നൊക്കെ പറയുമ്പോഴും എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ ദിവസവും ഗോഡ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അതെനിക്ക് ഓരോ ദിവസം റിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമോ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അന്നത്തെ ദിവസത്തെ മുഴുവൻ ഒരു വിഷമങ്ങളോ സ്ട്രെസ്സൊക്കെ മാറ്റാൻ ആ ഒരു ഗോഡ് എക്സ്പീരിയൻസ് കണ്ടുപിടിക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാവും. ഇപ്പം തന്നെ ആയാലും ദിവസം നമുക്കറിയാം എറണാകുളത്ത് ഭയങ്കര ട്രാഫിക്കാണ്,
മെട്രോയുടെ പണിയൊക്കെ നടക്കും. അപ്പം എനിക്കൊരു യൂ ടേൺ എടുക്കണമുണ്ട്, എല്ലാ ദിവസവും ഒരു യൂ ടേൺ എടുക്കും. അപ്പം ഞാൻ ഇപ്പോഴും അറിയാം, ഞാനിപ്പോൾ ഒരു കുറച്ച് 5-6 മാസങ്ങളായിട്ട് അവിടെ ഒരു യൂ ടേൺ എടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും മാത്രമേ യൂ ടേൺ ഭയങ്കര ഫ്രീ ആയിട്ട് കിട്ടും. അത് ഭയങ്കര പാടുള്ള യൂ ടേൺ ആണ്. എനിക്ക് വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ബൈക്കിൽ കൊണ്ടൊക്കെ പോകും, ഇച്ചിരി പേടിയാണ്. എന്നാലും ആ ഒരു യൂ ടേൺ മാത്രം എനിക്ക് എല്ലാ ദിവസം, ഞാൻ കുറച്ച് ദിവസം വിചാരിച്ച് ഭാഗ്യമാണെന്ന് ചിന്തിക്കും. പക്ഷെ ഞാൻ പറയും, ഈശോ നീ എനിക്ക് ഇന്നും അവിടെ നിന്ന് വണ്ടി ഒതുക്കി തന്നു. അത് എല്ലാ സാധനങ്ങളും, ഒരു ബ്ലോക്ക് ആണെങ്കിൽ അത് മാറ്റി തരുന്നു. സൈഡിൽ കൂടി കടയിൽ ചെല്ലുമ്പം ഓരോരുത്തർ ഡയറക്റ്റ് ചെയ്ത് ഇവിടെ ഇല്ലെങ്കിൽ ഇന്നടത്തേക്ക് പൊക്കോളാൻ പറയുന്നു. അങ്ങനെ യാത്രകളിലും ഇപ്പോൾ ഓഫീസിലാണെങ്കിലും പലയിടത്തും തമ്പുരാന്റെ പ്രസൻസ് ഒരു കാര്യത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരിടത്തേക്ക് ചെല്ലാൻ, ഇങ്ങനെ പലരിലൂടെയും നമ്മൾ കാണുമ്പം ശരിക്കും ഒരു ഗോഡ് എക്സ്പീരിയൻസ് ആണെന്ന്, അല്ലെങ്കിൽ തമ്പുരാന്റെ ഇടപെടലാണെന്ന് തിരിച്ചറിയാൻ പറ്റിയത് തന്നെയാണ് എനിക്കിപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ദൈവത്തിന്റെ ഇടപെടലായിട്ട് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഭയങ്കര കൃപയാണ്. കാരണം ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുമ്പം പറയാനും ഒരുപാടുണ്ട്, പിന്നെയും പറയാൻ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഇനിയും കിട്ടണം, അല്ലെങ്കിൽ ഇനിയും പറയണം, ഇനിയും അനുഭവിക്കണം എന്നുള്ളൊരു കാര്യം. അത് എല്ലാം ഉണ്ടെന്നോ അല്ലെങ്കിൽ എല്ലാത്തിലും ഭയങ്കര ഹാപ്പി ആണെന്നൊന്നും അല്ല. പക്ഷേ തമ്പുരാൻ കൂടെയുണ്ടോ എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നും ഇല്ലാത്ത ജീവിതങ്ങളൊന്നും അല്ല. പക്ഷെ അതൊക്കെ മറികടക്കാൻ ഒരു ബ്ലെസ്സിങ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്കൊരു ഹോപ്പ്, തമ്പുരാൻ നൽകുന്ന ആശ്വാസം, ഇതൊക്കെ ഇങ്ങനെ അനുദിനം അനുഭവിച്ചറിയാൻ പറ്റുന്നതിന്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ഇപ്പൊ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഠനശേഷം ഈ ഒരു ജോലിക്ക് വേണ്ടി ഇൻഫോ പാർക്കിലേക്കാണ് ഞാൻ എത്തിയത്. ജീസസ് യൂത്ത് ഫോർമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫോ പാർക്കിൻ്റെ ഈ ഒരു പ്രയർ ഗ്രൂപ്പും കമ്മ്യൂണിറ്റി എവിടെയാണ് എന്നുള്ളൊരു ആകാംക്ഷ ഇപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഒരു ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പല ഔട്ട്റീച്ചുകൾ, അതുപോലെ തന്നെ ഒരുപാട് നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുവാൻ ഈ ഒരു കമ്മ്യൂണിറ്റി അവസരം ഒരുക്കിയായിരുന്നു. അങ്ങനെ പോകെ ഒരു 2 വർഷത്തേക്ക് ഈ ഒരു ടീമിനെ, ഈ ഒരു കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ ഒരു പ്രയർ ഗ്രൂപ്പിനെ നയിക്കുവാൻ വേണ്ടി ഒരു കോർഡിനേറ്റർഷിപ്പ് ഏറ്റെടുക്കാൻ പറ്റുമെന്നൊക്കെ എന്നോട് ചോദിക്കുകയും, അപ്പോൾ കർത്താവിലേക്ക് ഞാനത് പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ഞാൻ അതിന് യെസ് പറയുകയായിരുന്നു. ആ ഒരു 2 വർഷം എനിക്ക് കർത്താവിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വഴിനടത്തൽ അനുഭവിക്കാൻ ഇടയായി. ആ ഒരു ടൈമിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസും അതുപോലെ നമുക്ക് സ്പിരിച്വലി എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും കർത്താവ് എനിക്ക് കൂടുതൽ കാണിച്ചു തന്നു. അതോടൊപ്പം ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും അവർക്ക് പ്രേയേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഓരോ വേദനകളും പലതും മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് ഈ ഒരു സമയം വിനിയോഗിക്കാൻ പറ്റി. അതോടൊപ്പം ഈ ഒരു വർക്കിൻ്റെ ഒരു പ്രഷർ മൂലം ഒരുപാട് ഡിപ്രഷനും അതുപോലെ ഫാമിലി പ്രോബ്ലംസും എല്ലാം നടക്കുന്ന ഈ ഒരു മേഖലയും കൂടെയാണ്. അപ്പം അവർക്ക് വേണ്ടിയൊക്കെ കൂടുതലായിട്ടൊന്ന് പ്രാർത്ഥിക്കുവാനും അവർക്ക് എങ്ങനെ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചപ്പം നമുക്ക് വൈകുന്നേരങ്ങളിൽ കുർബാന അറേഞ്ച് ചെയ്യാനും, ഇൻഫോ പാർക്കിനോട് ചേർന്ന് ഒരു എടച്ചിറ എന്നുള്ളൊരു പള്ളിയിൽ വൈകുന്നേരങ്ങളിൽ കുർബാന അറേഞ്ച് ചെയ്യാനും, പിന്നെ അതുപോലെ സ്ട്രീറ്റ് ബേഡ്സ് എന്നുള്ളൊരു ഔട്ട്റീച്ച് പ്രോഗ്രാം, ജോലി കഴിഞ്ഞെത്തിയതിന് ശേഷം നമുക്ക് ഫുഡ് പാക്ക് ചെയ്തിട്ട് എറണാകുളത്ത് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അതിൽ പങ്കെടുക്കാനൊക്കെ സാധിച്ചു. പിന്നെ അതോടൊപ്പം ഏതെങ്കിലും ഒരു ഹോളിഡേ ഒക്കെ ഉള്ളപ്പം നമുക്ക് അനാഥാലയങ്ങളും അവിടെയൊക്കെ പോയി ഒന്ന് സന്ദർശിക്കുകയും അവിടെ ഒരു ചെറിയ പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ച് അവരെയൊക്കെ സന്തോഷിപ്പിക്കാനും അവർക്ക് കർത്താവിനെ കൊടുക്കുവാനൊക്കെ ആയിട്ട് ഈ ഒരു നാളുകളിൽ അതിന് അവസരം ഒരുക്കുകയും മറ്റുള്ളവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാനും, അങ്ങനെ നമ്മുടെ യൂത്തിനെ എപ്പോഴും പ്രവർത്തന നിരതമാക്കുവാനും കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അവരെ അതിലേക്ക് ആകർഷിപ്പിക്കുവാനും ഒക്കെ സാധിച്ചു. ചെറുപ്പം തൊട്ട് ഒരു ടീച്ചർ ആവണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു ഇടുക്കിയിലായതുകൊണ്ട് കർഷകരും ടീച്ചേഴ്സുമാണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഒരു ടീച്ചിങ് ഫീൽഡായിരുന്നു കൂടുതൽ ഇഷ്ടം. പക്ഷേ ഒരു +2 കഴിഞ്ഞ് ഞാൻ റിപ്പീറ്റ് കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ എഞ്ചിനീയറിങ്ങിന് പോകാൻ തീരുമാനിക്കുന്നു. എഞ്ചിനീയറിങ്ങിന് എൻട്രൻസ് കിട്ടിയപ്പോൾ ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത്, ഇലക്ട്രോണിക്സ്. അപ്പം എനിക്ക് കമ്പ്യൂട്ടറും കോഡിംഗ് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല.
അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ കോഡിങ് അല്ലെങ്കിൽ IT ജോബ് എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. അപ്പം കൊറോണ സമയമായി, നമുക്ക് ജോലി വേണമെന്നൊരു രീതിയായി. കാരണം വീട്ടുകാരും നമുക്ക് എല്ലാത്തിനും സാധനങ്ങളൊക്കെ വില ഇടിഞ്ഞ ഒരു അവസ്ഥ. അപ്പം ഞാൻ എന്തായാലും ഒരു ജോലിക്ക് പോകണം. എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലാണ് ജോലി കിട്ടുന്നത്. അപ്പോൾ എനിക്ക് അതൊരു സപ്ലി ഉണ്ട്. സപ്ലി ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. സപ്ലി ഉള്ള എനിക്കാണെന്ന് ഇൻഫോ പാർക്കിൽ ഒരു കമ്പനി ജോലി കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും അന്നേരം പറഞ്ഞിട്ടുണ്ട്, തമ്പുരാൻ ക്രമീകരിച്ചുകൊണ്ട് മാത്രം എനിക്ക് ജോലി കിട്ടിയത്. കാരണം എൻ്റെ ഒരു കഴിവും കൊണ്ടല്ല. കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോലി കിട്ടി എന്ന് പറയുമ്പോൾ നിനക്ക് എങ്ങനെ ജോലി കിട്ടി, അല്ലെങ്കിൽ നീ എങ്ങനെ ഇംഗ്ലീഷിൽ ഇതൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു എന്ന് എന്നോട് ക്ലാസ്സിലുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, കാരണം ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം അതിന് ശേഷമാണ് എനിക്ക് തമ്പുരാനെ ഒന്ന് കണ്ടുമുട്ടേണ്ട അവസരം ഉണ്ടായത്. എത്രയേറെ കഴിവുണ്ടോന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷെ കോളേജ് വന്നത്തേക്കും സപ്ലികളും അങ്ങനെ ഒരുപാട് ആയെങ്കിലും പക്ഷെ തമ്പുരാൻ എന്നെ ഇവിടെ എത്തിക്കണം എന്നൊരു തീരുമാനമുണ്ട്. അത് ആരൊക്കെ എന്നെ ശ്രമിച്ചാലും നമ്മൾ അവിടെ എത്തും. അത് നമ്മൾ പോലും തള്ളിക്കളഞ്ഞാൽ പോലും തമ്പുരാൻ നമ്മളവിടെ കൂടെ എത്തിക്കും. കാരണം എനിക്ക് ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബിടെക് ഒരു കൊറോണയൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെയും പഠിക്കാൻ പോയേനെ. പക്ഷെ ആ ഒരു സമയത്ത് എന്നെ ഇവിടെ എത്തിക്കണം തമ്പുരാൻ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇൻഫോ പാർക്കിൽ ജോലിക്ക് വരുന്നു. ജോലിക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു പുതിയതായിട്ടൊരു മേഖലയിൽ വന്നു കഴിയുമ്പം മാനേജേഴ്സ് ഉണ്ട്, ഇവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഒരുപാട് കഴിവുള്ളവരുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നിൽക്കാൻ പറ്റുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ച് അതുവരെ ഞാൻ എക്സ്ട്രോവേർട്ടാന്ന് ചിന്തിച്ച് ഞാൻ തിരിച്ചറിഞ്ഞ ഇൻട്രോവേർട്ട് ആണെന്ന് മനസ്സിലാക്കിയത് കമ്പനി വന്നതിന് ശേഷം. പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില മാനേജേഴ്സിനോടൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പം എനിക്ക് പേടിയാണ് പറയാൻ. അപ്പം ചില രീതിയിൽ ഞാൻ ഈശോയെ എനിക്ക് ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ എനിക്ക് ഇവരെ ഇങ്ങനെ ഒരു മറുപടി കിട്ടണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് പറയുമ്പം ഞാൻ പ്രാർത്ഥിച്ച കാര്യം എനിക്ക് പിറ്റേന്ന് എൻ്റെ മാനേജറിൽ നിന്നൊരു മറുപടി ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ ഇടപെടലിന് ജോലി മേഖലയിൽ എനിക്ക് പ്രത്യേകമായിട്ട് കാണാൻ പറ്റും. നമുക്കറിയാം, കോഡിംഗ് ആയിട്ട് ബന്ധമില്ലാത്ത ഒരാൾ കോഡിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഇഷ്യൂസ് അല്ലെങ്കിൽ കുറേ ബഗ് ഉണ്ടാകും, കുറേ എറർ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരുപാട് ടെസ്റ്റിമണീസ് കേട്ടു വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ തന്നെ. ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നല്ല സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ബൈബിൾ വായിച്ച് കഴിയുമ്പം ബഗ്ഗും എററൊന്നും ഇല്ലാതെ കോഡൊക്കെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കണ്ണി കാണുമ്പം ശരിക്കും തമ്പുരാൻ്റെ ഇടപെടലും ദൈവത്തിന് അറിയാത്ത ഒന്നുമില്ല. കാരണം എല്ലാത്തിനും ഒരു മാസ്റ്റർ ആണെന്നൊരു നമുക്കൊരു തിരിച്ചറിവുണ്ടാവും. ശരിക്കും വിസിബിളായിട്ട് കാണാൻ പറ്റിയൊരു അവസരമാണ്. ഈ ഒരു 3 വർഷക്കാലമായി ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലും ഇതുണ്ടാകുമ്പോൾ ഞാൻ ശരിക്കും ഇത് പറയാതിരിക്കുകയില്ല. എൻ്റെ കൂടെ ജോലി ചെയ്തവരോട് പറയാനും കൂടി തുടങ്ങി. അപ്പോൾ അവരും പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് പറയും. അപ്പം ഒരു ടീമിലാണെങ്കിൽ കൂടി നമ്മുടെ ഉള്ളിലും അവരെന്തെങ്കിലും എസ്കലേഷനോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ജോസ്മി ഇന്ന് പ്രാർത്ഥിച്ചേക്കെന്ന് പറയാൻ തക്ക ആ ഒരു തമ്പുരാനെ കൊടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കളിയായിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ എനിക്ക് ഈശോയായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തമ്പുരാൻ്റെ ഇടപെടൽ എൻ്റെ ലൈഫിൽ ഞാൻ അവരൊക്കെ അങ്ങനെ പറയും, ഈശോയെ നീ കാരണമാണല്ലോ ഞാൻ ഇവിടെയും നിൽക്കുന്നതെന്നൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം ശരിക്കും ഒന്നും അല്ലാതിരുന്ന എന്നെ ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലാക്കിയതിൻ്റെ തമ്പുരാനെന്ന് കുറച്ച് ബോധ്യമുണ്ട്. അനേകം പേരുടെ ലൈഫിൽ ഇത് കാണാനും ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോഴേക്കും അവരും ഇങ്ങനെ പറയും. അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ നമ്മുടെ ടെസ്റ്റിമണീസും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. യേശയ്യ കർത്താവിനോട് പറയുന്നു, ഇതാ ഞാൻ എന്നെ അയച്ചാലും. അതേ മനോഭാവത്തോടു കൂടി ഇപ്പം ഞാൻ പ്രൊഫഷണൽ മിനിസ്ട്രി ഈ ഒരു ജോലി മേഖലയിലും കുടുംബ മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇത് ഒരു ദൈവവിളിയാണെന്ന് ഉള്ളൊരു മനസ്സിലാക്കി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുവാനും മറ്റുള്ളവരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനും കാണിച്ചു കൊടുക്കുവാനും ഒക്കെ ആ ഒരു ഉത്തരവാദിത്വം സുവിശേഷത്തെ പ്രതി ഒരു മിഷൻ പ്രവർത്തനം പോലെ നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ നമ്മുടെ മിഷൻ എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ഒന്ന് പ്രവർത്തിക്കുവാനും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ എവിടെ ആയിരിക്കുന്നോ നമ്മുടെ മിഷൻ പ്ലേസ് ആണ്. എൻ്റെ ജോലി മേഖലയിൽ തമ്പുരാനെ കൊടുക്കാൻ അവിടുന്ന് നിയോഗിച്ചിരിക്കുന്ന എന്നെയാണ്. എന്നെ അല്ലാതെ വേറെ ആരും ഇല്ലെന്നൊരു ബോധ്യത്തോടു കൂടി അവിടെ ഈശോയെ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അനേകം പേരെ നമുക്ക് തമ്പുരാനിലേക്ക് അടുപ്പിക്കാനും നമുക്കും ഈശോയോട് കൂടുതൽ അടുക്കാൻ പറ്റും. നമ്മുടെ ജീവിതം മുഴുവൻ തമ്പുരാനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് ഏറ്റവും മനോഹരമാക്കുന്ന നമുക്ക് വിഷ്വലി കാണാൻ പറ്റുന്നൊരു ജീവിതം നമുക്ക് മുമ്പോട്ടുള്ളത്. അപ്പം ആ തമ്പുരാൻ്റെ കൃപയിലായിരിക്കുവാൻ ആ ഒരു മിഷൻ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവവിളിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉത്തരം കൊടുക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തമ്പുരാന് കൂടുതൽ വേണ്ടി ഓടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയ്ക്ക് വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു കൃപയിൽ തന്നെ തുടരാനാണ് ഞങ്ങളുടെ ഒരു ജീവിതവും അതിനുവേണ്ടി ക്രമീകരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്.
ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ.